ഹലോ ഫ്രണ്ട്സ്, ഗാർഡനിങ് ഷെഫിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നന്നായിട്ട് പഴുത്ത് തൊലിയൊക്കെ കറുത്തിട്ടുള്ള പഴം ഉണ്ടല്ലോ, അങ്ങനെയുള്ള പഴം കയ്യിലുണ്ടെങ്കിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഈവനിങ് സ്നാക്കായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ. കുട്ടികൾക്ക് ലഞ്ച് ബോക്സിൽ കൊടുത്തു വിടാം, ചായക്ക് സ്കൂൾ വിട്ട് വരുമ്പോഴൊക്കെ കൊടുക്കാൻ നല്ല റെസിപ്പിയാണ്. പഴം ഇതുപോലെ നെടുകെ ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം പിന്നെ ചെറിയ ചെറിയ പീസാക്കിയിട്ട് എടുക്കുക. കുറച്ച് ചെറിയ പീസാക്കി കട്ട് ചെയ്യുമ്പോഴായിരിക്കും ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് കുറച്ച് എളുപ്പവും കഴിക്കാൻ ടേസ്റ്റും. അപ്പോൾ ഇതുപോലെ 2 പഴം ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പാൻ ചൂടാക്കാൻ വെക്കാം. പാൻ നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരുമ്പോൾ 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചെടുക്കാം. നെയ്യിലാവുമ്പോൾ കുറച്ച് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാകും. പിന്നെ നട്ട്സും റേസിൻസും ചേർത്തിട്ട് അത് ഉണക്കമുന്തിരിയൊക്കെ ഒന്ന് മൊരിഞ്ഞിങ്ങനെ പൊങ്ങി വരുന്ന സമയത്ത് ഇതുപോലെ 2 പിടി തേങ്ങ ചേർത്ത് കൊടുക്കാം. തേങ്ങയും കൂടി ചേർത്ത് ഒന്ന് ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. അതിനുശേഷം കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പഴം ചേർത്ത് കൊടുക്കുക. ഇനി പഴം ചേർത്തിട്ട് നമ്മൾ ഇങ്ങനെ കൈയെടുക്കാതെ തുടരെ മിക്സ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഒന്ന് നിരത്തിയിട്ട് കൊടുത്താൽ മതി. ഈ നട്ട്സും തേങ്ങ എല്ലാം കൂടി ആദ്യം ഒന്ന് യോജിപ്പിച്ചെടുക്കണം. അതിന് ശേഷം ഒന്ന് നിരത്തിയിട്ട് കൊടുത്താൽ മതി. അപ്പോൾ അതവിടെ കിടന്ന് കുക്കായി വരട്ടെ. ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ ശർക്കരപ്പാനി, പഴത്തിൻ്റെ മധുരം അനുസരിച്ചിട്ട് വേണം ശർക്കരപ്പാനി ചേർക്കാനായിട്ട്. നല്ല പഴുത്ത പഴമാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല മധുരം ഉണ്ടാകും. അപ്പോൾ പഞ്ചസാര ഉപയോഗിക്കുന്നവർക്ക് അങ്ങനെ വേണമെങ്കിൽ അത് ഉപയോഗിക്കാം. അല്ലെങ്കിൽ ശർക്കരപ്പാനി ആകുമ്പോൾ കുറച്ചുകൂടി ഒന്ന് ഹെൽത്തി ആണല്ലോ. അപ്പോൾ ഞാൻ മിക്സിയുടെ ജാറിലേക്ക് 2 കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ പഴം നമ്മളിങ്ങനെ ഗ്യാസിൽ വെച്ചിട്ട് അടുത്ത ജോലിക്ക് പോകുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, പഴം കരിഞ്ഞു പോകും. ഇനി ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ വാനില എസൻസ്, 2 ടീസ്പൂൺ ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ 1 ടേബിൾ സ്പൂൺ ശർക്കരപ്പാനി, 2 ടീസ്പൂൺ പാൽപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പാൽപ്പൊടിക്ക് പകരം 1-2 ടേബിൾ സ്പൂൺ പാൽ ചേർത്താലും മതി. പിന്നെ നമ്മളിങ്ങനെ വഴറ്റി വെച്ചിട്ടുള്ള പഴത്തിൽ നിന്ന് വേണമെങ്കിൽ പഴം ചേർത്ത് കൊടുക്കാം. അല്ലെങ്കിൽ ഫ്രഷ് ആയിട്ടുള്ള ചെറിയൊരു പഴത്തിൻ്റെ പീസും കൂടി ചേർത്തിട്ട് വേണം ഈ ഒരു മാവ്, ഈ ബാറ്റർ റെഡിയാക്കി എടുക്കാൻ. അതിനുശേഷം നമ്മുടെ പഴം വെന്ത് വന്നത് എല്ലാം ഒന്ന് സെറ്റാക്കി എല്ലാ ഭാഗത്തു നിന്നും ഒന്ന് മിഡിലേക്ക് ആക്കി വെച്ചതിന് ശേഷം ഈ ബാറ്റർ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ബാറ്റർ ഒഴിച്ചു കൊടുക്കുമ്പോൾ സൈഡിലുള്ള പഴം മുഴുവനായിട്ടും കവർ ചെയ്തിട്ടുണ്ടാവണം കേട്ടോ. എന്നിട്ട് കുറഞ്ഞതൊരു 30 മിനിറ്റെങ്കിലും ടൈം എടുക്കും. ഏറ്റവും ലോ ഫ്ലെയിമിൽ വെക്കുക. 30 മിനിറ്റ് സമയം എന്തായാലും എടുക്കും. കാരണം നമ്മൾ വളരെ തീ കുറച്ചിട്ടല്ലേ വെക്കണത്. എന്നിട്ട് സൈഡിൽ നിന്ന് ഇങ്ങനെ നോക്കുമ്പോൾ നമുക്കിങ്ങനെ വിട്ട് കിട്ടുന്ന ആ ഒരു പാകം വരും. ഇതിപ്പോൾ ഓൾറെഡി മുകൾ ഭാഗമൊക്കെ വെന്തിട്ടുണ്ട്. എങ്കിലും നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് മുകളിൽ നെയ്യ് തടവിട്ട് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം. നമ്മൾ കായ്പോളയൊക്കെ ചെയ്യുന്ന പോലെ തന്നെ ഉള്ള റെസിപ്പിയാണ്. പക്ഷേ ഒരു വെറൈറ്റിയിലൊക്കെ കുറച്ചുകൂടി ഹെൽത്തി ആയിട്ടാണ് നമ്മൾ ഈ ഒരു സ്നാക്ക് റെഡിയാക്കിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ തിരിച്ചിട്ട് കൊടുത്ത സമയത്ത് അത് പാനിൽ കൈ തട്ടിയിട്ട് ചെറുതായിട്ടൊന്ന് തെന്നി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗം ചെറുതായിട്ടൊന്ന് ഇങ്ങനെ മടങ്ങി പോയിട്ടുണ്ട്. എങ്കിലും കുഴപ്പമില്ല. അതുപോലെ ചൂടാറിയതിന് ശേഷം നമുക്ക് മുറിച്ചെടുത്ത് കായപ്പോളയുടെ ആ ഒരു ടെക്സ്ചറിലൊക്കെ തന്നെയാണെങ്കിലും ടേസ്റ്റ് നല്ല ഡിഫറെൻ്റ് ഉണ്ട് കേട്ടോ. നല്ല വെറൈറ്റിയിൽ പഞ്ചസാര ഒന്നും ഒട്ടും ചേർക്കാതെ നമ്മൾ ചെയ്തെടുത്തതല്ലേ. ഗോതമ്പ് പൊടിയിലാണ് ചേർത്തത്. ഇനിയിപ്പോൾ പഞ്ചസാര ചേർക്കണമെങ്കിൽ അങ്ങനെ ചേർക്കാം. ഗോതമ്പ് പൊടിക്ക് പകരം മൈദപ്പൊടി വേണമെങ്കിൽ ചേർക്കാം. ഇത് കംപ്ലീറ്റ് ഹെൽത്തി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ല റെസിപ്പിയാണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടവും വലിയവർക്കും കഴിക്കാം. പിന്നെ നമ്മൾ തിരിച്ചിട്ട് എടുക്കുന്ന സമയത്തൊക്കെ നന്നായിട്ട് കെയർഫുള്ളായിട്ട് ചെയ്യണം. അത് കായ്പോള ചെയ്യുന്ന പോലെ തന്നെ ഒരു പ്ലേറ്റിലേക്ക് തിരിച്ചിട്ടതിന് ശേഷം വീണ്ടും ആ പാനിലേക്ക് തന്നെ വെച്ച് കൊടുക്കുക. അതല്ലെങ്കിൽ നമ്മൾ ധൃതിയിൽ പെട്ടെന്ന് ചെയ്യുന്ന സമയത്ത് ഇതൊന്നും അങ്ങോട്ട് മടങ്ങി പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഷേപ്പ് ഒന്ന് ചെറുതായിട്ട് മാറിപ്പോകും. അപ്പോൾ അങ്ങനെ തിരിച്ചിട്ടപ്പോൾ പറ്റിയതാണ്. എങ്കിലും ടേസ്റ്റിൽ വ്യത്യാസമൊന്നുമില്ല. നന്നായിട്ട് ചൂടാറി കഴിയുമ്പോൾ നമുക്കിതുപോലെ പീസാക്കി കട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നല്ല പഴത്തിൻ്റെ ഫില്ലിങ്ങോട് കൂടിയിട്ടുള്ള നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അപ്പോൾ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണം കേട്ടോ. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ താങ്ക് യു.